പാകിസ്ഥാന്റെ അവസ്ഥ. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വന്നൊരു രാജ്യമാണ്. ആ രാജ്യം അന്ന് മുതൽ അവരുടെ ശത്രു എന്ന് പറയുന്നതും നമ്മൾ ശത്രു എന്ന് പറയുന്നതുമായിട്ടുള്ള ഇന്ത്യയുടെ ശത്രു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. ശരിക്കും പറഞ്ഞു ഇപ്പം ഇന്ത്യക്ക് ഒരു ശത്രുവേ അല്ല പാകിസ്ഥാൻ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ പാകിസ്ഥാന്റെ അവസ്ഥയോ, പാകിസ്ഥാനിൽ മറ്റേ ഇമ്രാൻഖാൻ പോകുന്ന സമയത്തൊക്കെ ഉള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റേ ആക്രി പറക്കി വിറ്റിട്ടൊക്കെയാണ് അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടത്. അമേരിക്കയുടെ സഹായമൊന്നുമില്ല, ഇറാൻ സഹായിക്കുന്നില്ല, പിന്നെ അത്യാവശ്യം സഹായിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ട്രെയിൻ റാഞ്ചൽ ബലൂചിസ്ഥാൻ എന്ന വാദം ശക്തിപ്പെടുന്ന ഒരു അവസ്ഥ. കഷ്ടകാലം തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ, അല്ലേ? അത് ഇപ്പോഴല്ല, കുറച്ച് കാലങ്ങളായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തീവ്രവാദം അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് അവരായിട്ട് ഉണ്ടാക്കി ഒഴിച്ച കുഴി അവർ സ്വയം അവർ തന്നെ അതിനകത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. 1948 ഇവർ ഇന്ത്യനെ ആക്രമിക്കുന്നു. ഇന്ത്യനെ ആക്രമിക്കാന്ന് വെച്ചാൽ പാകിസ്ഥാൻ നമ്മുടെ കാശ്മീർ പിടിച്ചെടുക്കാൻ നോക്കിയിട്ടാണ് ഈ POK ഒക്കെ ഉണ്ടാവുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ഈ ബലൂചിസ്ഥാൻ ആക്രമിച്ചവർ കീഴടക്കുന്നത്. ബലൂചിസ്ഥാൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ബലൂചിസ്ഥാന് ഇന്ത്യയോട് ഭയങ്കരമായിട്ടൊരു മമതയോ അന്നും ഇന്നും ഒക്കെയാണ്. ബലൂചിസ്ഥാൻ വാദികൾ പറയുന്നതും പാകിസ്ഥാനിലെ സാധാരണക്കാർ പറയുന്നതും ഇന്ത്യയിലേക്ക് നോക്കുന്നതാണ്. നമ്മളാണ് ശരിക്കും യഥാർത്ഥമായിട്ട് നമ്മൾ ഇവിടെയുള്ള ചില ആളുകളാണ് യഥാർത്ഥ വൃത്തികെട്ടവന്മാരെന്ന് തോന്നിപ്പോകാറുണ്ട്. കാരണം ചില വർഗീയതയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ നാട്ടിലെ ചിലവർ പറയും പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്ന് പറയും. ഈ പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്ന് ഇവർക്ക് പറഞ്ഞാൽ മതി. അത് ആലോചിക്കുന്നവൻ്റെ മനസ്സിൽ ഒന്ന് ആലോചിക്കണം. കാരണം നല്ല റേഷൻ കാർഡുള്ള ഒരു തന്നെ ഒരു പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. ഇതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥ. അല്ല, ഇവിടെ ഉള്ള പണ്ട് മലയാളത്തിൽ മുദ്രാവാക്യം വിളിച്ച കഥയൊക്കെ ഉണ്ട്, കത്തി മേടിച്ച് കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് പാകിസ്ഥാനിൽ ഈ പറഞ്ഞ പോലെ അവരായിട്ട് കുഴിച്ചു കഴിക്കുന്ന മറ്റേ നമ്മൾ കേട്ടിട്ടുണ്ട് ആർമി സ്കൂൾ അറ്റാക്ക് ചെയ്തത്, 150ഓളം കുട്ടികൾ മരിച്ചത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അറ്റാക്കുകൾ സ്വയം കുഴിച്ച കുഴിയിൽ അവരിങ്ങനെ വീണ് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവരായിട്ട് സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദങ്ങൾ. ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ തീവ്രവാദികൾക്കൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കാശ്മീരിൽ കളി നടക്കില്ല. കാശ്മീരിൻ്റെ രീതികളും ശൈലികളും ഒക്കെ മാറി. നോക്കൂ, G20 ഉച്ചകോടിക്ക് വരെ ആതിഥേയത്വം വഹിച്ച നമ്മൾ ഇന്ത്യയുടെ ഭംഗി എന്ന് പറയുന്ന കാശ്മീരിലാണ്. 357 എടുത്തു കളഞ്ഞതിന് ശേഷം പാകിസ്ഥാനിൽ വന്നിരിക്കുന്ന മാറ്റം അന്നിവിടെ എന്താ പറയുക, അതിനെ എതിർത്ത് ഭയങ്കരമായിട്ട് കേരളത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ. ഇപ്പം അവരൊക്കെ സന്തോഷമായിട്ട് ടൂർ പോകുന്നുണ്ട്. അറിയോ, ഡൽഹിയിൽ നിന്ന് വന്ദേ ഭാരത് ഒക്കെ ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമൊക്കെ നമ്മുടെ കാശ്മീരിലാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ കുറെ തീവ്രവാദികൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടുത്തെ തീവ്രവാദികളൊക്കെ ഇപ്പൊ ടൂർ പോകുന്നുണ്ട്, കണ്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ തീവ്രവാദികൾ പണിയൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പണിയില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും, വീണ്ടും മുമ്പിൽ ഒരു വീതി വലിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ അവിടെ ഇരിക്കുന്ന അണ്ണന്മാരെയൊക്കെ ഏതൊരു അജ്ഞാതം ഡും ഡും എന്ന് വെടിവെച്ച് കൊല്ലുന്നു. അതെ, അജ്ഞാതന്മാർ ഒന്ന് ഓർത്തു നോക്ക്, പഴയ തീവ്രവാദി ഇപ്പൊ പണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വീണ്ടും മുറ്റത്തിരിക്കുന്നത്. ഇപ്പൊ പണ്ട് വിമാനം റാഞ്ചിവരടക്കം എല്ലാവരും തീർന്നിട്ടുണ്ട്. ഇവനൊക്കെ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ പണിയില്ലാണ്ടിരിക്കുന്നവന്മാർക്ക് പണി കൊടുത്തുകൊണ്ട് ഏതൊരു അജ്ഞാതനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള അജ്ഞാതന്മാരുടെ ആക്രമണങ്ങൾ, തീവ്രവാദം കാര്യമായി നടക്കുന്നില്ല. ഇനി തീവ്രവാദത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമ്പനി കൂടാമെന്ന് പറയാൻ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലാഷ് ഇപ്പം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആക്രമണം അങ്ങോട്ട് നടത്തി, അവർ തിരിച്ചു അറ്റാക്ക് ചെയ്തു. ഇതിനിടയിലാണ് ബലൂചിസ്ഥാനിൽ ഒരു പ്രശ്നം വരുന്നത്. ബലൂചിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ അന്നും ആഗ്രഹിച്ചത് ഇന്ത്യയോടൊപ്പം. നോക്കൂ, അവിടുത്തെ ഈ മുസ്ലിങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന അവരൊരു ഹിന്ദു വിരുദ്ധതയോ ഒരു ഇന്ത്യ വിരുദ്ധതയോ ഒന്നുള്ള ആളുകളല്ല. അപ്പോൾ അവർ മാത്രമല്ല, അവിടെ ഹിന്ദു ക്ഷേത്രങ്ങളും മറ്റുള്ള ആരാധനാലയങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. ഇതൊന്നുമല്ല, ഈ പഞ്ചാബ് ഏരിയ, പാകിസ്ഥാൻ്റെ പഞ്ചാബ് ഏരിയയിലുള്ള ഡെവലപ്മെൻ്റ് എല്ലാം നടക്കുന്നത് ബലൂചിസ്ഥാൻ്റെ ഫണ്ട് മുഖേനയാണ്. ബലൂചിസ്ഥാൻ ഇപ്പോഴും വികസിതമാകാതിരിക്കുന്നു. ഗോത്ര സ്വഭാവത്തിലുള്ള ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. ധാതു സമ്പത്ത് നന്നായിട്ടുണ്ട്. ഏതാണ്ട് ഉക്രൈൻ പോലെ ഒരുപാട് ഘടകങ്ങളുണ്ട് അവിടെ നിന്ന് അവർക്ക് വികസിക്കാനുള്ള. ഇതൊന്നും നടക്കുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ഒരു രാജ്യം എന്ന് പറയുന്ന ഇതിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും വലിയ തീവ്രവാദ രീതിയാണ് ഇപ്പോൾ ട്രെയിൻ തട്ടിയെടുത്തത്, ട്രെയിൻ റാഞ്ചിയ സംഭവം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ബലൂചിസ്ഥാൻ ഒരു രാജ്യമാവോ എന്ന്? ബലൂചിസ്ഥാൻ ഒരു രാജ്യമായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ പിന്നെയും കുറച്ചും കൂടെ ചെറുതായി. പിന്നെ അവർക്ക് ഒന്നും കൂടെ ശ്രമിക്കാൻ പറ്റുന്ന കാശ്മീർ കിട്ടുമോ നോക്കാനാണ്. POK ഇപ്പോൾ പാകിസ്ഥാന്റെ കയ്യിലുള്ള ഒക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് വലിയ പാടൊന്നുമില്ല ഇപ്പോഴത്തെ. അതാണ്, അല്ല ഈ ബലൂചിസ്ഥാനും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ
പാക് ഒക്കുപൈഡ് കാശ്മീർ ഇങ്ങോട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ കുറച്ചും കൂടെ ചെറുതായി. അപ്പൊ നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് പറയുന്നവരെ പറയുന്നു, ഇനിയിപ്പോ അത് അവരെ കയറ്റി വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല, പറയരുതെന്ന് പറയണം. അപ്പോൾ ഇതാണ് പാകിസ്ഥാന്റെ ഒരു അവസ്ഥ. ഇനി ഇന്ത്യ, പലരും ഇതിൻ്റെയോടൊപ്പം ചർച്ച ചെയ്തൊരു കാര്യമാണ് ബലൂചിസ്ഥാൻ ഇന്ത്യയിലേക്ക് ചേരുമെന്നുള്ളത്. അല്ല, അതിനൊരു സാധ്യതയില്ല. കാരണം ഒരു കോമൺ ബോർഡർ ഇല്ലാത്തൊരു ഇപ്പൊ പണ്ട് ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയ പോലെ, അല്ലെങ്കിൽ ബംഗ്ലാദേശ്, അല്ല അത് പറയാൻ പറ്റില്ല. ഇപ്പോലെ സഹായം കൊടുത്ത് ബലൂചിസ്ഥാൻ എന്ന രാജ്യമായി കഴിയുമ്പോൾ പിന്നെ അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ വളർന്നു വന്നാൽ ഇന്ത്യക്ക് തന്നെയായിരിക്കും ഭീഷണി. അതുകൊണ്ട് ഇന്ത്യ ഏതായാലും അങ്ങനെ മണ്ടത്തരം ചെയ്യും തോന്നുന്നു. ഇന്ത്യക്ക് ഒരു അബദ്ധം സംഭവിക്കും, പക്ഷെ രണ്ടാമത് ചെയ്താൽ മണ്ടത്തരാണ്. അപ്പോൾ ആ മണ്ടത്തരത്തിലേക്ക് ഇന്ത്യ പോവില്ല. പക്ഷെ ഇവര് പറയുന്നത് ഈ പറയുന്ന ട്രെയിൻ റാഞ്ചല് ഇന്ത്യയുടെ കളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാകിസ്ഥാൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ അത് നിഷേധിച്ചു. ഇതൊരു 10 വർഷം മുമ്പാണെങ്കിൽ, അല്ലെങ്കിൽ 12 വർഷം മുമ്പാണെങ്കിൽ ഇത്ര ഒരു പാകിസ്ഥാന്റെ ആരോപണം വലിയ വാർത്തയായിരുന്നു. ആരും മൈൻഡ് ചെയ്യണില്ല. ഇവിടെ നിന്ന് ഒരു പത്രക്കുറിപ്പ് എഴുതി ഞങ്ങൾ അല്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ എഴുതി കൊടുത്തുള്ളൂ. ശരിക്കും മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു രാജ്യം കൃത്യമായി ഡെവലപ്പ് ചെയ്ത് വരുന്നു. 2 രാജ്യം ഒരുമിച്ചാണ് വിഘടിച്ച 2 രാജ്യങ്ങളായി. ഒരു രാജ്യം വലിയ പരാജയത്തിലേക്ക് പോകുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഈ പറയുന്ന വിഘടനവാദം വരുന്നു, ഇത് വിഘടിക്കുന്നു, റാഞ്ചൽ വരുന്നു. ഇതിൻ്റെ അകത്ത് ഇവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത തീവ്രവാദ ആക്രമണങ്ങളും ഒക്കെ അവിടെ തന്നെ നടക്കുന്നു. അങ്ങനെ ആ രാഷ്ട്രം ഒരു വലിയ ഭീഷണിയിലേക്ക് നേരിടുന്നു. ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ വിഘടനവാദം ഒരിക്കലും ഒരു രാജ്യത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ്. പിന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി ആണെങ്കിൽ വളരെ ദയനീയമാണ്. ഇനി ഇന്ത്യയിലോട്ട് തീവ്രവാദത്തിന് വേണ്ടി ഫണ്ട് ഇറക്കി കഴിഞ്ഞാൽ അവർക്കൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. അതെന്ന് വെച്ചാൽ അവർക്ക് തന്നെ 1 കിലോ ഏത്തപ്പഴത്തിന് 500 രൂപയ്ക്കാണ് വില എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം സാമ്പത്തികമായിട്ട് വളരെ പരാജയപ്പെട്ട ഒരു രാജ്യം, ആ രാജ്യം ലോകത്തോട് കാണിക്കുന്ന, ലോകം അതിലൂടെ കാണുന്ന ഗുണപാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വർഗീയത അതുപോലെ മത തീവ്രവാദമൊന്നും കൊണ്ട് നടന്നാൽ ഇപ്പോൾ ഈ പല രാഷ്ട്രങ്ങളും എല്ലായിടത്തും അവരും ഇപ്പോൾ ഈ മുസ്ലിങ്ങൾ മാത്രമുള്ള കൺട്രികളിൽ എത്രയോ സ്ഥലങ്ങളിൽ അവർ പരസ്പരം ആക്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സിറിയ ആണെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അവർ പരസ്പരം ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു തീവ്രവാദം എന്ന് പറയുന്നത് വേറൊരാൾക്ക് വേണ്ടി എതിരെ ഉണ്ടാക്കിയാണെങ്കിലും അവർക്ക് തന്നെ ആയിരിക്കും ദോഷം വരുന്നത്. തീവ്രവാദങ്ങളൊക്കെ വൻതോതിൽ നടന്ന് നാശം വിതയ്ക്കുന്ന സമയത്തും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഷേവ് ഗാസ എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുന്നവരൊക്കെ കാണേണ്ട കാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഇത്. അടുപ്പൂട്ടി ചർച്ചക്കാർക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് കുറേ സാധനങ്ങളും സ്ക്രിപ്റ്റഡ് വേർഷനൊക്കെ ഉണ്ടാവും. അതിലൊക്കെ കേട്ട് ഇതിനോടൊപ്പം ചേരുന്ന ആളുകളോട് പറയാനുള്ളത് ഇതാണ് അനുഭവം. മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അനുഭവങ്ങൾ. പാകിസ്ഥാൻ എന്തായാലും കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. ഇന്ത്യയുടെ ശത്രു രാജ്യം എന്നായിരുന്നു നമ്മൾ പലപ്പോഴും പാകിസ്ഥാനെ പറയുന്നത്. ഇന്ത്യക്ക് പാകിസ്ഥാൻ ഒരു ശത്രുവേ ആയില്ല എന്നുള്ളത് പാകിസ്ഥാൻ തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വികസനവും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവുമാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.